സ്വർണ്ണവില 1.95 ലക്ഷമാകും. പ്രതീക്ഷിച്ചതിലും മുന്നേ സ്വർണം കുതിക്കുന്നു. പ്രവചനം തിരുത്തി ഗ്ലോബൽ ഡാറ്റ. സ്വർണ്ണവില ഉയർന്നു തന്നെ മുന്നേറുകയാണ്. കേരളത്തിൽ പവന് ഇന്ന് 11,316 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ന് വിലയിടിഞ്ഞതോടെ സമീപ ദിവസങ്ങളിലും ഇടിവിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്നാൽ കുറയില്ലെന്ന് മാത്രമല്ല മറ്റൊരു റെക്കോർഡിലേക്ക് കൂടി അടുക്കുകയാണ് സ്വർണം എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 2026 അവസാനത്തോടെ 10 ഗ്രാം സ്വർണത്തിന് 1,75,000 രൂപയ്ക്കും 1,95,000 രൂപയ്ക്കും ഇടയിലായിരിക്കും വില എന്നാണ് ഗ്ലോബൽ ഡാറ്റയുടെ പ്രവചനം. ആഗോളതലത്തിലെ വില വർധനവും രൂപയും US ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്കിലെ വ്യത്യാസങ്ങളുമെല്ലാമാണ് വിലയുടെ കുതിപ്പിന് വഴിവെക്കുക. സ്വർണത്തോടൊപ്പം വെള്ളി വിലയും ഉയരും. കിലോയ്ക്ക് 3,80,000 രൂപ മുതൽ 4,60,000 രൂപ വരെ വർധനവിന് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഗ്ലോബൽ ഡാറ്റയുടെ മുൻ പ്രവചനങ്ങളിലെ ലക്ഷ്യങ്ങളെ സ്വർണവും വെള്ളിയും ഇതിനോടകം തന്നെ മറികടന്നിട്ടുണ്ട്. 2026 അവസാനത്തോടെ സ്വർണ്ണവില നിലവിലെ നിലവാരത്തിൽ നിന്ന് 30% മുതൽ 45% വരെ വർദ്ധിച്ച് 6,100-6,700 ൽ എത്തുമെന്നാണ് ഇവർ പറയുന്നത്. വലിയ അപകടസാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഇത് 7,000 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പ്രവചിക്കുന്നു. വെള്ളി വിലയിൽ 87% മുതൽ 135% വരെ വർധനവുണ്ടായേക്കാം. വില 175 മുതൽ 220 വരെ ഡോളറിൽ എത്താമെന്നും ഗ്ലോബൽ ഡാറ്റ പറയുന്നു. സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ശക്തമായ വ്യാവസായിക ആവശ്യകതയാണ് വെള്ളിയുടെ ഡിമാൻഡ് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ വെള്ളിവില ഔൺസിന് 85 മുതൽ 100 വരെ ഡോളറിന് ഇടയിലെത്തുമെന്നാണ് ഗ്ലോബൽ ഡാറ്റ പ്രവചിച്ചിരുന്നത്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ വെള്ളി കൈവരിച്ചു. സ്വർണ്ണ വെള്ളി വിലകൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് വർദ്ധിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ രാഷ്ട്രീയ അനിശ്ചിതത്വവും വെള്ളിയിലെ ഘടനാപരമായ ക്ഷാമവും തുടരുന്നതിനാൽ സ്വർണവും വെള്ളി ഇനിയും മുന്നോട്ടു പോകാൻ തന്നെയാണ് സാധ്യതയെന്ന് ഗ്ലോബൽ ഡാറ്റയുടെ സാമ്പത്തിക ഗവേഷണ ഡയറക്ടർ രാംനിവാസ മുൻഡ് പറഞ്ഞു. അതേസമയം സ്വർണത്തേക്കാൾ വെള്ളിയിൽ ചാഞ്ചാട്ടം ഉയർന്ന നിലയിൽ തുടരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിക്ക് ഔൺസിന് 175-220 വരെ എത്താമെന്നും ഘടനാപരമായ ക്ഷാമങ്ങളും നിക്ഷേപ താൽപര്യങ്ങളും വിലയെ സ്വാധീനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെൻമാർക്കിനും മറ്റ് 7 യൂറോപ്യൻ രാജ്യങ്ങൾക്കും മേൽ 10% തീരുവ പ്രഖ്യാപിച്ചതാണ് അടുത്തിടെ സ്വർണ്ണവില ഉയരാൻ കാരണമായത്. ഗ്രീൻലാൻഡ് പൂർണ്ണമായും വാങ്ങാനുള്ള കരാർ ഉണ്ടാകുന്നതുവരെ തീരുവ തുടരും എന്നും ജൂണിൽ തീരുവ 21% ഉയർത്തുമെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. തീരുവകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത പണപ്പെരുപ്പ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും സ്വർണം പോലുള്ള പ്രതിരോധശേഷിയുള്ള ആസ്തികൾക്കുള്ള ആവശ്യം കൂട്ടുകയും ചെയ്യും. അതേസമയം US പലിശ നിരക്കുകൾ, US ഡോളർ എന്നിവ സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.